Next is the dietary requirements during infancy. During infancy, for the first 1 to 6 months, exclusively breastfeeding, as often the child wants to day and night, at least 8 times per day. Energy requirement up to 120 kilocalorie per day, kg per day. So protein requirement 2 to 2.5 gram per day, and the carbohydrate 50% of the total calorie. So amylase enzyme which digests starch is slow during first 4 to 6 months of life. Starchy food should be avoided. So അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ 6 മാസം മിൽക്ക് മാത്രം, മറ്റൊരു ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ കുഞ്ഞിന് അമ്മയുടെ മിൽക്ക് മാത്രം കൊടുക്കുക. Major carbohydrate source is lactose, which is increased absorption of dietary calcium and magnesium. Breast milk contain all the vitamins and mineral that an infant needs, but it is low in the vitamin D, so may need to supplement. വൈറ്റമിൻ ഡി കുറച്ച് കുറവായതുകൊണ്ട് അമ്മ വൈറ്റമിൻ ഡിയുടെയൊക്കെ സപ്ലിമെൻറ്റ് കഴിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ആ നീഡ്സൊക്കെ നമുക്ക് ആ റിക്വയർമെൻറ്റൊക്കെ നമുക്ക് അതിൽ നേടാൻ പറ്റും. Then carbohydrate, protein, fats already pre-digested for absorption. Breast milk is very high in omega-3 fatty acids, iron, zinc. Magnesium in breast milk is highly absorbable. Breast milk is low in sodium. The calcium to phosphorus ratio is 2:1. So calcium absorption is enhanced. And some cow's milk is not recommended because protein is purely digested in newborn and can cause gastrointestinal upset. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൗവിൻ്റെ മിൽക്ക് കൊടുക്കുമ്പോൾ അത് ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിനൽ അപ്സെറ്റിനൊക്കെ കാരണമാവും. കാരണം ബിക്കോസ് ഓഫ് ദ പ്യുവർലി ഡൈജസ്റ്റഡ് എൻവയോൺമെൻറ്റ് ടു ദ ഇൻഫൻറ്റ് സ്റ്റൊമക്ക്. ആൻഡ് ഓൾസോ ദ കൗ മിൽക്ക് കണ്ടെയ്ൻ ടു സോഡിയം, വെരി ലോ അയൺ ആൻഡ് വൈറ്റമിൻ സി. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് ഓവറോൾ ബാക്ക് ന്യൂട്രിയൻസ്. കുട്ടികൾക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടാതെ വരും. ബ്രസ്റ്റ് മിൽക്കും ഇൻഫൻറ്റ് ഫോമുലയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നമുക്കറിയാം. ബ്രസ്റ്റ് മിൽക്കിൽ പ്രോട്ടീൻ 6% ആണ്, ഇൻഫൻറ്റ് ഫോമുല 9%, ഫാറ്റ് 555, കാർബോഹൈഡ്രേറ്റ് 39. ആൻഡ് ദ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് വീനിങ് പീരീഡിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിന്ന് കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് കുറേശ്ശെ ജ്യൂസി ആയിട്ടുള്ളതും സോൾഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കുറച്ച് കൊടുത്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുട്ടിയുടെ ഗ്രോത്തിന് മിൽക്ക് മാത്രം തികയാതെ വരും. ആ സമയത്ത് നമുക്ക് അഡീഷണൽ ഫുഡ് റിച്ച് പ്രോട്ടീൻ ആൻഡ് അതർ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാം. സോ ദിസ് ഈസ് കാൾഡ് സപ്ലിമെൻ്ററി ഫുഡ്സ്. സോ അപ്പോൾ നമുക്കവിടെ കൗസ് മിൽക്ക് ഉൾപ്പെടുത്താം, സോഫ്റ്റ് കുക്ക്ഡ് റൈസ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട് ജ്യൂസസ് എക്സെട്ര ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. സോ ചൈൽഡ് ഈസ് നൗറിഷ്ഡ് ഡ്യൂറിങ് ദ വീനിങ് പീരിയഡ്. നമ്മൾ കുട്ടിക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ കുട്ടിക്ക് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു മാൽന്യൂട്രീഷനാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇറ്റ് ലീഡ്സ് ടു എ ഡിസീസ് നോൺ ആസ് ദ ക്വാർഷിയോർക്കർ ആൻഡ് മരാസ്മസ്. അപ്പോൾ ഒരു പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനാണ് ഈ പറഞ്ഞ ക്വാർഷിയോർക്കറും മരാസ്മസ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, സെറിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, ഗ്രൗണ്ട് നട്ട്സ്, ഷുഗർ, ജാഗറി, അങ്ങനെ നമുക്ക് 1 ഇയർ ആ ഒരു കാലയളവിൽ നമുക്ക് സോൾഡ് ഫുഡ്സ് കുറേശ്ശെ കുഞ്ഞിന് കൊടുത്താൽ ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരമായി കണ്ടെത്താം. And some foods causing allergy to some children, peanuts, seafood, cow milk, etc. So those foods are completely avoid, and at least give 3 meals per day if breastfeed. ബ്രസ്റ്റ്ഫീഡിനോടൊപ്പം തന്നെ നമ്മൾ 3 നേരമൊക്കെ കുറച്ച് സോൾഡ് ഫുഡുകൾ കൊടുക്കാം. അതേപോലെ ഇനി ബ്രസ്റ്റ് ഫീഡ് ഇല്ലെങ്കിൽ നമ്മൾ 5 ടൈംസ് ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ബനാന, എഗ്ഗ്, ബ്രെഡ് ഇങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ നമുക്ക് ന്യൂട്രീഷ്യസ് ഫുഡുകൾ ഉൾപ്പെടുത്തി കൊടുക്കാം. ആൻഡ് ദ ന്യൂട്രീഷൻ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ഇൻ ദ കേസ് ഓഫ് ചൈൽഡ്ഹുഡ്, ദ ഗ്രോത്ത് ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ or we need to age 1 to 3 years, total needed calories 1300, and the total protein 60 gram, calcium 102 gram, protein 1.2 gram, and at the each different age group the energy requirement, calorie, proteins are also varied. Prior to adolescence there is a little difference in early height. So in preschool children we need a special care about their nutrition.
They show a good deal of physical activity and growth compared to വീവിങ് പീരീഡ്. അപ്പോൾ ഈ സമയത്ത് കുട്ടിക്ക് നല്ല ഒരു ഗുഡ് ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള സമയമാണ്. സോ ദെയർഫോർ ദേ നീഡ് എക്സ്ട്രാ പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. നമ്മൾ അവർക്ക് എക്സ്ട്രാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ നമുക്ക് കുട്ടികൾക്ക് 1 മുതൽ 5 വയസ്സ് വരെയുള്ള ആ കുട്ടിയെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വന്നാൽ അവരെ അണ്ടർ ഫെഡ് ആവുകയും മാൽ ന്യൂട്രീഷൻ കണ്ടീഷനിലോട്ട് പോവുകയും, സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കുട്ടികളെ മോർ ന്യൂട്രീഷണൽ ഡയറ്റ് നമ്മൾ കൊടുത്താൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ എത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിനനുയോജ്യമായ ഗ്രോത്ത്, ആ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഗ്രോത്ത് തന്നെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത് നോട്ടിഫൈ ചെയ്യുകയും കൂടെ ചെയ്യണം. ആൻഡ് ദ മിനറൽ വൈറ്റമിൻസ് ആർ വെരി റിസ്ക് സ്റ്റേജ് അറ്റ് ദ പ്രീ സ്കൂൾ ചിൽഡ്രൻ ബിക്കോസ് അറ്റൻഷൻ ടു ഗുഡ് സോഴ്സ് ഓഫ് അയൺ ഫുഡ്സ്. നമ്മൾ അയൺ ധാരാളം അടങ്ങിയ ഫുഡ് ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ കാൽഷ്യം അഡിക്വേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതോടൊപ്പം ബിക്കോസ് ഓഫ് ദ മിനറലൈസേഷൻ ആൻഡ് ഗ്രോത്ത് മെയിൻ്റനൻസ് അഡിക്വേറ്റ് മിൽക്ക്, ഡയറി പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സമയത്ത് ഗുഡ് ഫുഡ്, നല്ല ആഹാരശീലങ്ങൾ അവരെ ശീലിപ്പിക്കുക. അതേപോലെ തന്നെ കെയർഫുൾ അസസ്മെൻറ്റ്, നമ്മൾ ഗ്രോത്ത് മാൽന്യൂട്രീഷൻ ഉണ്ടോ, കുട്ടി അണ്ടർ വെയ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ശരിയായ സമയങ്ങളിൽ ഒരു അസസ്മെൻറ്റ് നടത്തുകയും വേണം. ആൻഡ് ദ കോമൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓർ ന്യൂട്രീഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് among children are the obesity. In 1 in 4 children and also 1 in 4 adolescents are now classified as obesity. നമുക്കറിയാം, because this condition is happening at the over usage of junk foods and other soft drinks. It will create weight gain through giant growth and do not put child on weight loss diet. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഉള്ള ഡയറ്റുകളൊന്നും കുട്ടിക്ക് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക ഈ സമയത്ത്. കൂടാതെ തന്നെ അവരുടെ ഡെൻ്റൽ പല്ലുകൾക്ക് നല്ല സംരക്ഷണം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ടൂത്ത് ഡിക്കേക്ക് കാരണമാകും. അതേപോലെ അയൺ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അനീമിയ, ഹൈപ്പർ ആക്ടിവിറ്റി ഡ്യൂ ടു ലാക്ക് ഓഫ് റെഗുലർ മീൽസ് ആൻഡ് കഫിനേറ്റഡ് ബിവറേജസ്. ഇതൊക്കെ കുട്ടിയുടെ ആരോഗ്യ ദോഷത്തെ മോശമായിട്ട് ബാധിക്കും. And the nutritional requirement during the adolescent period, adolescent period is between the onset of puberty and adulthood. So in the adolescent period, we should maintain a proper balanced diet, because every organ system in body with the exception of lymphoid system, central nervous system which is remain stable. So rapid growth for girls at this stage and boys also. So nutritional needs are greatest during the pubertic stage. Growth and support and gradually decrease as individual achieve physical maturity. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് ഫുഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് തന്നെ പോകേണ്ട ഒരു പ്രായമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. ആൻഡ് ദ എനർജി ആൻഡ് പ്രോട്ടീൻ variation in 2 different category, boys and girls. So these are giving the different age group and the needed total calorie and the energy and total protein. And the vitamin and minerals are also increased in proportion to energy requirement. അവരുടെ എനർജി റിക്വയർമെൻറ്റ് അനുസരിച്ച് വൈറ്റമിനും മിനറൽസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. കാൽഷ്യം, അയൺ, സിങ്ക് എല്ലാം ഗ്രോത്തിനും സപ്പോർട്ടിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ അയൺ, RDAയുടെ റെക്കമെൻഡ് പ്രകാരം അയൺ 12 milligram per ഡേ ഫീമെയിൽസിന് ആവശ്യമുണ്ട്. അതേപോലെ 50 milligram ഡോസാണ് മെയിൽസിന് വേണ്ടത്. സിങ്ക്, അങ്ങനെ ഓരോ എമൗണ്ടും ഓരോ മെറ്റൽസും അതിൻ്റെതായ അളവിൽ കുട്ടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ നേടേണ്ടതാണ്. ആൻഡ് ഓൾസോ then adolescent period, body composition females differ from male ആണ് നമുക്കറിയാം. So and the comparison of males and the females from males, so females attain menstruation or because they need normal better balanced diet. And so during the beginning of adolescence, male have higher kilocalorie requirements due to increased muscle mass. And the adult food guide pyramid indicated that snacks should be nutrient dense food item.
So balanced fast food with fruits and vegetables high in fiber. Do not skip breakfast. Consume plenty of lean meats to increase iron and protein consumption. Consume at least 4 cups of low-fat milk to meet calcium requirement. And this is the recommended daily intake of energy from infancy to childhood. So this table showing that in low weight work, light work, moderate work and heavy work persons are also intake their food according to their energy requirement of the work. So the energy requirement of an individual varies with age, sex and level of activity one maintains, and it also, if a person occupation require higher levels of physical activity, he needs more calorie compared to one having a sedentary style of occupation. അപ്പോൾ നമ്മുടെ ജോലി ഇപ്പോൾ ഹെവി വർക്ക് ചെയ്യുന്ന ആൾക്ക് അതനുസരിച്ചുള്ള എനർജി റിക്വയർമെൻറ്റ് വേണം, മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്ക് അതേപോലെ, ഇനി ലൈറ്റ് വെയിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്ക് അതനുസരിച്ച്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് വർക്ക് ചെയ്യുന്ന ആൾ ഹെവി വർക്ക് ചെയ്യുന്ന ആളുടെ ഫുഡ് കഴിച്ചാൽ എന്താ പറ്റും, അതെല്ലാം ഒബേസിറ്റിക്കും മറ്റുള്ള ഹെൽത്ത് പ്രോബ്ലംസിനും കാരണമാകും. അതേപോലെ ഹെവി വർക്ക് ചെയ്യുന്ന ആൾ ലൈറ്റ് വർക്കിൻ്റെ ഫുഡാണ് എടുക്കുന്നതെങ്കിലും അത് അയാളുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കും. സോ വി നീഡ് ടു പ്ലാൻ ആൻഡ് ചൂസ് എ കറക്റ്റ് ന്യൂട്രിയൻ ഫുഡ് ഫോർ ദ energy requirement of our body or according to our occupation. And encourage healthy eating habits and lifestyle to prevent adult onset of disease related to nutrition, etc. Cardiovascular disease, diabetes, osteoporosis and cancer. Common nutritional related problems during adolescence are obesity. Obesity പറ്റി നമ്മൾ ഒരു അടുത്ത ക്ലാസ്സിൽ നല്ലതായിട്ട് പറയുന്നതായിരിക്കും. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഡെൻ്റൽ പല്ല് ചീത്തയാവും അതുമൂലം, അതേപോലെ അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകുന്നു, പ്രത്യേകിച്ച് അഡോളസൻ ഗേൾസിൽ. ബിക്കോസ് ഒരു മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അനീമിക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് കാൽഷ്യം ഡെഫിഷ്യൻസി ഡിക്രീസ് ഇൻ ബോൺ സൈസ്. അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മുടെ ബോൺ സൈസിനെ കുറയ്ക്കും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ ഡയറ്റ് ആൻഡ് ജെറിയാട്രിക് കെയർ. And the aging is a complex biological process, normal, progressive and irreversible phenomena throughout adult life and associated with increased prevalence of chronic disease or degenerative condition. അപ്പോൾ നമുക്കറിയാം ഡയറ്റ് ഓൾഡ് പീപ്പിൾസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അൺഹെൽത്തി കണ്ടീഷൻസിലാണ് ഓൾറെഡി അവരുള്ളത്. അൺഹെൽത്തി മീൻസ് അവർക്ക് ക്രോണിക് ഡിസീസ് ഡീജനറേറ്റീവ് കണ്ടീഷൻസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് പ്രോപ്പറായിട്ട് സജസ്റ്റ് ചെയ്യണം. സോ എക്സാമ്പിൾസ് ആർ ദ ക്യാൻസർ, ഒബേസിറ്റി, ഓസ്റ്റിയോപോറോസിസ്, എൽഡർലി. കൂടുതൽ 10 മുതൽ 12% ആൾക്കാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസ്ഥി തേയ്മാനം, ക്യാൻസർ, അമിതവണ്ണം, അതേപോലുള്ള തൈറോയിഡ് പ്രോബ്ലംസ്, ഹൈ തൈറോയിഡ്, അങ്ങനെയുള്ള പല ഡിസീസസും കണ്ടുവരാറുണ്ട്. സോ അപ്പോൾ സീസേഷൻ ഓഫ് ഗ്രോത്ത്, അപ്പോൾ നമുക്കറിയാം, കാരണം വളർച്ച നിൽക്കുകയും ഡെവലപ്മെൻറ്റും ഒക്കെ സീസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ബോഡി കമ്പോസിഷൻ, ഓർഗൻ ഫങ്ഷനും ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ ഒന്ന് ലോ ആവുന്ന ടൈമാണ്. സോ ദർ ഈസ് എ ജനറൽ വേരിയബിലിറ്റി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഈവൻ വിത്തിൻ ഇൻഡിവിജ്വൽസ് വിത്ത് വേരിയസ് ഓർഗൻ മേ എജറ്റ് ഡിഫറൻറ്റ് റേറ്റ്. അപ്പോൾ ഇത് പല ആൾക്കാരിലും ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഏജിങ് എന്ന് പറയുന്നത്, വുമൺ ടുഡേ ഹാവ് ലോവർ മോർട്ടാലിറ്റി ദാൻ മെൻ ഡ്യൂ ഇൻ എവരി ഏജ് ഗ്രൂപ്പ് ആൻഡ് ഫോർ മോസ്റ്റ് കോസ് ഓഫ് ഡെത്ത്. ഇതിൽ പറയുന്നത് എസ്റ്റിമേറ്റ് 605 million older people, that is age 60 and over in the world today. Nearly 400 million of whom live in low income country. Old persons currently represents around 20% of the total population and the proportion is expected to increase 29 by 2025. 2025 ആകുമ്പോഴത്തേക്ക് ഇവിടെ നമ്പറിൽ 29% കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഓൾഡർ പേഴ്സൺസ് ആർ വൾണറബിൾ ടു പ്രോട്ടീൻ എനർജി മാൽപ്രൂഷൻ. കാരണം ഇവരുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റൊക്കെ ആ സമയത്ത്, ആ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഒക്കെ ആ സമയത്ത് ലോ ഡൈജഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് അങ്ങനെ ഒരുവിധമുള്ള ഫുഡ് ഐറ്റം ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ചില ഫുഡ് ഐറ്റം ഒന്നും പിടിക്കില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് അവർക്ക്
പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ ഡിസോർഡർ ഉണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ സീറോസ്റ്റോമിയ ബിക്കോസ് ലാക്ക് ഓഫ് സലൈവേഷൻ, നല്ല രീതിയിൽ സലൈവ പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ ചവച്ചരച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഓൾസോ ലീഡ്സ് ടു ഡീഹൈഡ്രേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ ഓൾസോ affecting the malabsorption and gastrointestinal disorders. The efficiency of digestion and absorption nutrients are affected due to reduced level of some enzymes. So these are the major diet plan for the nutritional requirement for different age groups. ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മേജറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ചോദിക്കുന്നത് ഡയറ്ററി റിക്വയർമെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ചോദിക്കാം, അതേപോലെ തന്നെ പ്രീ സ്കൂൾ ചിൽഡ്രൻ ചോദിക്കാം, അഡോളസെൻ്റ് ചോദിക്കാം, ജെറിയാട്രിക് കെയർ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രഗ്നൻസി എക്സാമ്പിൾ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഡയറ്ററി റിക്വയർമെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ, ആ ഹെഡിങ്സ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു 5 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 2 മാർക്കിനാണെങ്കിൽ ഒരു 4-5 പോയിൻ്റ് എഴുതി വെക്കുക, അതങ്ങ് പഠിക്കുക. അത് ടെക്സ്റ്റിലുള്ള ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻഫൻസിൻ്റെ ആണെങ്കിൽ ഇൻഫൻസിൻ്റെ മേജറായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം, ഇപ്പോൾ 4 മാർക്കിനാണെങ്കിൽ ഒരു 10 പോയിൻ്റ് നിങ്ങൾ എഴുതി പോയിൻ്റ് മാത്രം എഴുതി സൂക്ഷിക്കുക, അതിനെ എലാബറേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.